ഹലോ ഗൈസ്, ഞാൻ ഒരു വട്ടം ഉണ്ടാക്കി ശരിയായതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഭയങ്കര കോൺഫിഡൻസ് ആണ് എനിക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ റെസിപ്പി പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല കേട്ടോ, വടയാണേ. വട ഞാൻ ആദ്യം ഒരു വട്ടം ഉണ്ടാക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും ഉണ്ടാക്കാനൊരു ആഗ്രഹം. അപ്പോൾ ഇതാ വൈകുന്നേരത്തേക്ക് ചായക്ക് കടിയായിട്ട് വടയാണ് ഇന്ന്. അപ്പോൾ പെട്ടെന്ന് തന്നെ റെസിപ്പി പറഞ്ഞുതരാം. തലേ ദിവസം കുതിർത്തിട്ട ഉഴുന്ന് നല്ലോണം മിക്സിയിൽ കുറച്ച് ഐസ് വെള്ളം കൂടി കൂട്ടി അരച്ചെടുക്കാം കേട്ടോ. അതിലോട്ട് ചെറിയ ഉള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ വേപ്പിലയും കുറച്ച് പച്ചമുളകും ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇടാം കേട്ടോ. ഇത് നമുക്ക് ഒരു ഉണ്ട പിടിച്ചിട്ട് നേരെ അങ്ങോട്ട് വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയിൽ ഓയിലോ എന്തിൽ വേണമെങ്കിലും നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ പൊന്ന് ഒരു കിടിലെ സാധനം തന്നെ കേട്ടോ. ഞാൻ ആദ്യത്തിനെക്കാട്ടി കൂടുതലും ഇതിലുണ്ടാക്കിയപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടേ. നല്ല ഊട്ടയൊക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആയിരുന്നു. അതാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ എന്ത് മടി പിടിച്ചിരിക്കുന്നു ആ ഒരു ഐറ്റം നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ അതാ ഒരു ചമ്മന്തിയും കൂടെ അരക്കുന്നുണ്ട്. തേങ്ങയും ഉള്ളിയും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാട്ടോ ഈ അരക്കുന്നത്. ഇതെൻ്റെ ഉമ്മയുടെ റെസിപ്പിയാണ്. എനിക്കെന്തോ ഈ ഒരു ചമ്മന്തി ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ കടുക് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇതിലോട്ട് കടലപ്പരിപ്പൊക്കെ ഇടണം, പക്ഷേ എൻ്റെ കടലപ്പരിപ്പൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. വടയും നല്ല കട്ടൻ ചായയും ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ പൊന്നു അടിപൊളി ഐറ്റം ഇടുന്നുണ്ടോ, നല്ല ക്രിസ്പിനെസ്സിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, കയറി. അയ്യോ, എന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടാട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താലേ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഇനിയൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ